നമസ്കാരം. ഇന്ത്യയിലെ മാസം തികയാതെയുള്ള ജനനനിരക്ക് ഏകദേശം 13% നിങ്ങൾക്കറിയാമോ? ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ്. ഇതൊട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല. ഇന്നത്തെ ഈ വിശദീകരണത്തിൽ ഗർഭകാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ നാളിതുവരെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെ പാടെ മാറ്റിയെഴുതുന്ന ഒരു വലിയ ശാസ്ത്രീയ മുന്നേറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെറുതെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വിറ്റാമിനുകൾ കഴിക്കുന്ന രീതിയിൽ നിന്നും മാറി കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാതൃത്വത്തിലെ DHA, EPA എന്നിവ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ കടക്കാം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഭാവിയും ബുദ്ധിവികാസവും നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടനയാണ് മസ്തിഷ്കം. എന്നിട്ടും ആ നിർണായകമായ വളർച്ച നമ്മൾ കേവലം ഊഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണോ? സാധാരണ പ്രീനേറ്റൽ വിറ്റാമിനുകൾക്കപ്പുറം കൃത്യമായ ഡാറ്റ അനിവാര്യമായി മാറുന്നത് യാഥാർത്ഥ്യമാണിത്. ഇതൊരു സാധാരണ സപ്ലിമെന്റിന്റെ കാര്യമല്ല, മറിച്ച് വളരെ അത്യാവശ്യമായ ഒരു പ്രിവെന്റീവ് മെഡിക്കൽ ഇടപെടലാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ 5 പ്രധാന കാര്യങ്ങളാണ്. നമ്മൾ നേരിടുന്ന മറിഞ്ഞിരിക്കുന്ന മാതൃപ്രതിസന്ധി, ഇതിനു പിന്നിലെ തെളിയിക്കപ്പെട്ട ശാസ്ത്രം, കൃത്യതയാർന്ന പുതിയ പരിശോധനാ രീതി, ഈ പ്രശ്നം എങ്ങനെ ശാസ്ത്രീയമായി പരിഹരിക്കാമെന്നത്, പിന്നെ മാറ്റം ഉറപ്പാക്കുന്ന 120 ദിവസത്തെ തെളിവ്. ആദ്യമായി നമ്മുടെ കൺമുന്നിൽ തന്നെയുള്ള, എന്നാൽ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ആ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഈ ഡേറ്റ ശരിക്കും നമ്മെ അമ്പരിപ്പിക്കുന്നതാണ്. ആരോഗ്യകരമായ ഒരു ജനിതക ഘടനയ്ക്ക് ഒമേഗ-6ഉം ഒമേഗ-3യും തമ്മിലുള്ള അനുപാതം 3:1 താഴെയായിരിക്കണം. എന്നാൽ ഇന്ത്യയിലെ ശരാശരി അനുപാതം 10.1:1 ആണ്. ഇതിലും ഭയാനകമായ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ചുവന്ന രക്താണുക്കളിൽ കുറഞ്ഞത് 6% DHA ഉണ്ടായിരിക്കണം. എന്നാൽ പലരിലും ഇത് വെറും 3.7% മാത്രമാണ്. കോശങ്ങളിലെ ഒമേഗ-6:3 അനുപാതമാകട്ടെ 38:1 എന്ന അതീവ അപകടകരമായ തലത്തിലാണ് നിൽക്കുന്നതും. ചിന്തിച്ചു നോക്കൂ, ഇതെത്ര വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. ഗൈനക്കോളജിസ്റ്റുകൾ സാധാരണയായി വെൽനെസ് അവകാശവാദങ്ങളെ തള്ളിക്കളയാറുണ്ടല്ലോ, പിന്നെ ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു? അവിടെയാണ് കൃത്യമായ ശാസ്ത്രത്തിന്റെ പ്രസക്തി. വൈദ്യശാസ്ത്ര ലോകം എക്കാലത്തും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒന്നാണ് കോക്രൻ റിവ്യൂ. അതിലെ 2018 ഡേറ്റ സംശയങ്ങൾക്ക് അതീതമാണ്. ഏകദേശം 24,000ഓളം ഗർഭിണികളിൽ നടത്തിയ പഠനമാണിത്. ലോങ് ചെയിൻ ഒമേഗ-3 ശരിയായ അളവിൽ ലഭിക്കുന്നതുവഴി മാസം തികയാതെയുള്ള ജനനസാധ്യത 11%, വളരെ നേരത്തെയുള്ള ജനനസാധ്യത 42% കുറയ്ക്കാൻ സാധിച്ചുവെന്ന് ഈ പഠനം അടിവരയിട്ട് പറയുന്നു. 2022 ISFL റിപ്പോർട്ടും ഇത് വീണ്ടും ഉറപ്പിക്കുന്നു. ഒമേഗ-3 സപ്ലിമെന്റുകൾ വളരെ നേരത്തെയുള്ള ജനനസാധ്യതയിൽ 35% കുറവുണ്ടാക്കുന്നു. അതോടൊപ്പം ഗർഭകാലത്തിന്റെ ആദ്യ ട്രൈമസ്റ്ററിൽ തന്നെ വിറ്റമിൻ D3യും ഒമേഗ-3യും കൃത്യമാക്കിയാൽ പ്രീ എക്ലാംപ്സിയ 42%, ഗർഭകാല പ്രമേഹം 45% കുറയ്ക്കാമെന്ന് 52,000-ലധികം പേരിൽ നടത്തിയ പുതിയ പഠനങ്ങളും തെളിയിക്കുന്നു. അക്കങ്ങൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. ശാസ്ത്രലോകം ഇതിനെ ഫീറ്റൽ ലെഗസി എന്നാണ് വിളിക്കുന്നത്. ഉയർന്ന ഗുണനിലവാരമുള്ള ശുദ്ധമായ DHAയും EPAയും ഗർഭസ്ഥ ശിശുവിന്റെ റെറ്റിനയിലേക്കും മസ്തിഷ്ക കോശങ്ങളിലേക്കും നേരിട്ടാണ് സംയോജിപ്പിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് അവസാന 3 മാസങ്ങളിൽ. ഇത് കുഞ്ഞിന്റെ ഭാവിയിലെ ഓർമ്മശക്തി, സംസാരശേഷി, കാഴ്ചശക്തി, ഉറക്കത്തിന്റെ പാറ്റേൺ എന്നിവയെ ജനനശേഷവും വർഷങ്ങളോളം നിയന്ത്രിക്കുന്ന അടിസ്ഥാന ഘടനയാണ്. അപ്പോൾ സാധാരണ മൾട്ടിവിറ്റാമിനുകൾ നിറഞ്ഞ ഈ വിപണിയില് നമ്മൾ എങ്ങനെയാണ് ഒരു യഥാർത്ഥ മാറ്റം കൊണ്ടുവരുന്നത്? അവിടെയാണ് നമ്മുടെ പരിശോധനാ രീതി വേറിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെയുള്ള ബ്ലൈൻഡ് മൾട്ടിവിറ്റമിൻ ഗുളികകൾ നൽകുന്ന കാലം കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിന്റെ യഥാർത്ഥ അവസ്ഥ കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി കൃത്യമായ പരിഹാരം നൽകുന്ന പ്രിസിഷൻ മെഡിസിനിലേക്കാണ് നാം ഇപ്പോൾ മാറേണ്ടത്. ഊഹങ്ങൾ ഇനി വേണ്ടേ വേണ്ട. ഇതാണ് സെൻസിനോ അവതരിപ്പിക്കുന്ന ആ വിപ്ലവകരമായ ആർക്കിടെക്ചർ: ടെസ്റ്റ്, കറക്റ്റ്, പ്രൂവ്. ആദ്യം നോർവേയിലെ സ്വതന്ത്ര ലാബോറട്ടറിയായ വിറ്റാസ് വഴി ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് ടെസ്റ്റ് നടത്തുന്നു. രണ്ടാമതായി ആ കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരീരത്തിനാവശ്യമുള്ള അളവിൽ സപ്ലിമെന്റ് നൽകി പ്രശ്നം പരിഹരിക്കുന്നു. മൂന്നാമതായി 120 ദിവസത്തിനു ശേഷം വീണ്ടുമൊരു ടെസ്റ്റ് നടത്തി രക്തത്തിൽ വന്ന മാറ്റം ശാസ്ത്രീയമായി തെളിയിക്കുന്നു. എത്ര സുതാര്യമാണിതെന്ന് നോക്കൂ. ഇനി ഈ പറയുന്ന അസന്തുലിതാവസ്ഥ എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമായി പരിഹരിക്കുന്നത് എന്ന് നോക്കാം. ഈ ചിത്രങ്ങൾ അത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നുണ്ട്. സ്വതന്ത്ര ലബോറട്ടറി ടെസ്റ്റുകളുടെ കൃത്യതയും അതിന് പരിഹാരമായി നൽകുന്ന ക്ലിനിക്കൽ ഗ്രേഡ് ഉൽപ്പന്നങ്ങളായ ബാലൻസ് ഓയിൽ പ്ലസ്,
എസെന്റ് ഓയിൽ പ്ലസ് എന്നിവയുടെ കൂട്ടായ്മയും കോശങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇത് കേവലം ഗർഭകാലത്തേക്ക് മാത്രമുള്ളതല്ല. ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്ന സമയം മുതൽ പ്രസവാനന്തരം പ്രതിരോധശേഷിക്കും മുലയൂട്ടലിനും സഹായിക്കുന്ന എക്സ്റ്റെൻഡ് പ്ലസ്, അതുപോലെ ഗർഭകാലത്തെ ദഹനപ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സിനോബയോട്ടിക് പ്ലസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന അതിവിപുലവും സമഗ്രവുമായ ഒരു ലൈഫ് ടൈം ബ്ലൂപ്രിന്റാണിത്. വിപണിയിലുള്ള സാധാരണ ഫിഷ് ഓയിൽ ഗുളികകൾ പലപ്പോഴും പരാജയപ്പെടാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഉയർന്ന അളവിലുള്ള EPAയും DHAയും വിറ്റമിൻ D3ക്കും ഒലിവ് ഓയിൽ പോളിഫിനോൾസിനും ഒപ്പം ചേരുമ്പോൾ മാത്രമേ കോശങ്ങളിലേക്ക് അത് പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. ഈ കാണുന്ന ക്ലിനിക്കൽ ഗ്രേഡ് ഫോർമുല കൃത്യമായി നിങ്ങളുടെ ശരീരത്തിൽ അത് സാധ്യമാക്കുന്നു. ഇത് കോശങ്ങളുടെ ഉള്ളിലേക്ക് വരെ കൃത്യമായി എത്തുന്നു. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് എങ്ങനെ വിശ്വസിക്കും? അതിനാണ് 120 ദിവസത്തെ തെളിവ്. 120 ദിവസമെന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ആയുസ്സാണ്. ആ സമയത്തിനു ശേഷം ലഭിക്കുന്ന ഈ റിപ്പോർട്ട് നോക്കൂ. നിങ്ങളുടെ omega-6:3 അനുപാതം സുരക്ഷിതമായ 3:1 എന്നതിലും താഴേക്ക് വന്നതായി ഇത് അക്കമിട്ട് തെളിയിക്കുന്നു. അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയുടെ ശരീരം പൂർണ്ണ ആരോഗ്യത്തിലെത്തിയെന്ന് രേഖാമൂലം ഡേറ്റ സഹിതം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ പ്രൊട്ടക്ഷൻ വാല്യൂ റിപ്പോർട്ട് അമ്മയുടെ രോഗപ്രതിരോധ ശേഷിയും കോശങ്ങളുടെ ആരോഗ്യവും എത്രത്തോളം മികച്ചതായി മാറിയെന്ന് ദൃശ്യപരമായി കാണിച്ചു തരുന്നു. അണുബാധകളിൽ നിന്നും മറ്റു പ്രതിസന്ധികളിൽ നിന്നും അമ്മയും കുഞ്ഞും പൂർണ്ണമായും സുരക്ഷിതരാണെന്നതിന്റെ ഗണിതശാസ്ത്രപരമായ ഉറപ്പാണിത്. എന്നാൽ ഏറ്റവും പ്രധാനം ഒമേഗ-3 ഇൻഡെക്സ് 8% മുകളിലേക്ക് എത്തുക എന്നതാണ്. നമ്മൾ ആദ്യം കണ്ട ഇന്ത്യയിലെ 3.7% എന്ന ഭയാനകമായ അവസ്ഥയിൽ നിന്നും മസ്തിഷ്ക വളർച്ചയ്ക്കും പ്രതിരോധശേഷിക്കും അത്യാവശ്യമായ 8% എന്ന സുരക്ഷിതമായ ലക്ഷ്യത്തിലേക്കുള്ള ആരോഗ്യകരമായ മാറ്റം ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതാണ് യഥാർത്ഥ വിജയം. ഇതൊരിക്കലും മറക്കരുത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫോളിക് ആസിഡ് ഒരു പ്രത്യേക ജനന വൈകല്യം മാത്രമാണ് തടയുന്നത്. എന്നാൽ കൃത്യമായ അളവിൽ ലഭിക്കുന്ന DHA നിങ്ങളുടെ കുഞ്ഞിന്റെ മസ്തിഷ്കത്തിന്റെ അടിസ്ഥാന ഘടനയെ മുഴുവനായും സംരക്ഷിക്കുന്നു. വെറുമൊരു മൾട്ടിവിറ്റാമിൻ ഗുളികയിൽ വിശ്വസിച്ച് ഭാഗ്യപരീക്ഷണം നടത്താൻ ഇനി നമ്മൾ തയ്യാറാകരുത്. കൃത്യമായ ഡാറ്റ ആവശ്യപ്പെടുക. ഊഹിക്കരുത്, ശാസ്ത്രീയമായി പരിശോധിക്കൂ. നിങ്ങളുടെ കുട്ടിയുടെ ഭാവി കേവലം ഊഹങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ കൃത്യതയോടെ വാർത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നത്തെ ഈ വിശദീകരണം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.